ഉപദേശങ്ങൾ എന്ന് പറഞ്ഞൊരു സംഭവം വല്ലാത്തൊരു സംഭവമാണ് കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, വിധിക്കാൻ ഞാൻ ആരാണ് എന്ന ചോദ്യം എനിക്ക് വളരെയേറെ ഇഷ്ടമാണ്. വിധിക്കരുത് എന്ന ഒരു തീരുമാനത്തെ വളരെ ഇഷ്ടമാണ്. ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണത്. അതേപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ഈ ഉപദേശം എന്ന് പറയുന്നത്. സത്യത്തിൽ ഈ ഉപദേശം ഇല്ലാതെ എന്താകും എന്നുള്ള ചോദ്യം വരുമ്പോൾ പലപ്പോഴും ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ കനി കുസൃതി. ഏറ്റവും മികച്ച നടിയുടെ അവാർഡ് നേടിയ കനി കുസൃതിയെ എങ്ങനെയാണ് ഡോക്ടർ ജയശ്രീ, മൈത്രേയൻ ഇവരൊക്കെ വളർത്തിയത്. അവരെപ്പോഴും പറയാറുണ്ട്, ഞാൻ അങ്ങനെ ഉപദേശിച്ച് നശിപ്പിക്കാറില്ല, മകളാണ്, ശരിയാണ്, ഇതൊക്കെ ആണെങ്കിലും അങ്ങനെ ഉപദേശിക്കാറൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഡോക്ടർ ജയശ്രീയുടേതായിട്ടൊരു ലേഖനം ഉണ്ടായിരുന്നു ട്രൂ കോപ്പി ലിങ്കിൽ കനി കുസൃതിയെക്കുറിച്ച്. എങ്ങനെയാണ് മകളെ, കനി കുസൃതിയെ നമ്മൾ മറ്റൊരിക്കൽ പറഞ്ഞിരുന്നു, ഓർക്കുന്നുണ്ടോ? കടലിലെ തിരയിലടുത്ത് കുറച്ച് കൂട്ടുകാരുമായിട്ട് കടൽ കാണാൻ പോയ പെൺകുട്ടിയെ എല്ലാവരും കൂടി ആക്രമിച്ചതും അതിൽ നിന്ന് അതിജീവിക്കാൻ പെട്ടത് ആ ഒരു സംഭവമൊക്കെ നമ്മൾ നമ്മുടെ ഈ ശുഭരാത്രിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന്. അപ്പോൾ ആ കനി കുസൃതി തന്നെയാണ് കേട്ടോ ഈ കനി കുസൃതി. എനിക്ക് ഈ ജയശ്രീ മാം എഴുതിയിരിക്കുന്ന ഒരു നീണ്ട ലേഖനമാണ്. ട്രൂ കോപ്പി ലിങ്കിൽ പോയാൽ നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. അപ്പോൾ അതിനകത്ത് കുറേ കാര്യങ്ങളുണ്ട്. അതിനകത്ത് ഒരു കാര്യം ഞാൻ വായിക്കാം. അവൾ എന്തെങ്കിലും ആകണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. മനുഷ്യാവസ്ഥകളോട് സെൻസിറ്റീവ് ആയിരിക്കണമെന്നാണ് ആഗ്രഹിച്ചിട്ടുള്ളത്, അതും പറഞ്ഞിട്ടില്ല. അവൾ അങ്ങനെയാണെന്ന് കണ്ട് ആനന്ദിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ അവൾ രൂക്ഷമായി മറ്റുള്ളവരോട് പെരുമാറുന്നത് കാണും. അങ്ങനെ വേണോ എന്ന് അവളോട് ചോദിക്കാൻ ആലോചിക്കും. പക്ഷെ പെട്ടെന്ന് തന്നെ അവളാണ് ശരി എന്ന് മനസ്സിലാകും. പിന്നെ ഒന്നും പറയാറില്ല. ശരികളെക്കുറിച്ച് ഉറച്ച ബോധ്യത്തോടെയാണ് അവൾ തീരുമാനമെടുക്കുന്നതെന്ന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് എപ്പോഴും അവളുടെ കൂടെ നിൽക്കും. ഈ അവളുടെ കൂടെ നിൽക്കും എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും പറയും, പിന്നെ ഞങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ്, മക്കളുടെ കൂടെ നിൽക്കും. പക്ഷേ ഒരുപാട് കാര്യങ്ങൾ ഇത് ബാക്കി കേൾക്കുമ്പോൾ എത്രത്തോളം നമ്മൾ കൂടെ നിൽക്കും എന്നതാണ് ഒരു നോർമൽ മാതാപിതാക്കളുടെ ചിന്ത തന്നെ. ഉപദേശിക്കാൻ വേണ്ടി മാത്രമാണ് അച്ഛനമ്മമാർ. അതല്ല കൂട്ടുകാരാണെങ്കിൽ തന്നെ നമ്മളാണ് മറ്റുള്ള ഒരു ഫ്രണ്ടിൻ്റെ ശരിയും തെറ്റും നിർണ്ണയിക്കുക എന്നത് എത്രത്തോളം നമുക്ക് അടുപ്പമുണ്ട് എന്നതിനെക്കുറിച്ചും കൂടി നമ്മൾ അത് വെച്ച് വ്യാഖ്യാനിക്കാറുണ്ട്. ഇനി അതിൽ നിന്ന് കുറച്ച് കഴിയുമ്പോൾ കാണിക്കും. ഒരെണ്ണം വയ്ക്കാം. പ്രൈമറി ക്ലാസ്സിൽ വെച്ച് കയ്യിൻ്റെ അസ്ഥി പൊട്ടി. അതല്ല സങ്കടമുണ്ടായത്. ആ കൈയുമായി സ്കൂളിൽ കുട്ടികളെ എല്ലാവരെയും ഇറക്കി അവസാനമാണ് വീട്ടിലെത്തിയത്. അതിനുശേഷമാണ് ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയത്. ഒരിക്കൽ ഫ്രാൻസിൽ നാടകം ചെയ്യാൻ പോയി. രാത്രി 2 മണിക്ക് അവളുടെ മെയിൽ വന്നു. സന്തോഷത്തോടെ വായിച്ചു വരുമ്പോൾ എൻ്റെ കാൽമുട്ട് ഡിസ്ലൊക്കേറ്റ് ചെയ്തു എന്ന് കൂളായി എഴുതിയിരിക്കുകയാണ്. ആ കാൽ കൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും സ്ക്രിപ്റ്റ് മാറ്റിയിട്ടാവാം പരിപാടി പൂർത്തിയാക്കിയാണ് തിരിച്ചെത്തിയത്. ഒരു ദിവസം കാറിൽ യാത്ര ചെയ്യുമ്പോൾ കൂട്ടുകാരുമായി അങ്ങേയറ്റത്തിൽ സന്തോഷത്തിൽ ചിരിയൊക്കെയായി വിളിച്ചു. പുതിയ നാടകം ചെയ്യാനുള്ള തിരക്കാണ്. പിറ്റേ ദിവസം ഫോൺ വന്നു. റിഹേഴ്സൽ ചെയ്യുമ്പോൾ പ്ലാറ്റ്ഫോം പൊട്ടി, കാൽ താഴേക്ക് പോയി, എല്ല് പൊട്ടി, ഹോസ്പിറ്റലിലാണെന്ന്. നന്നായിട്ടില്ലേ? ഇങ്ങനെയൊക്കെയുള്ള അവസരത്തിൽ ഉപദേശിക്കാൻ അല്ലെങ്കിൽ പിന്നെ ഇതിന് അച്ഛനും അമ്മയും ഒന്ന് തീരുമാനിക്കുന്ന സമയം വരെ എത്തിയിട്ടില്ലേ? ഒരു ബുദ്ധ കഥ പറയാം. ഭഗവാൻ ശ്രീബുദ്ധനെ കുറിച്ചുള്ള ഒരു കഥയാണ്. ബുദ്ധൻ്റെ മുമ്പിൽ ഒരിക്കൽ ഒരു ശിഷ്യൻ ചെന്നിട്ട് ഇങ്ങനെ പുകഴ്ത്താൻ തുടങ്ങി. വെറുതെ പുകഴ്ത്തലല്ല, ബുദ്ധനാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മാർഗദർശി, അദ്ദേഹം ഇല്ലേ എനിക്ക് ജീവിക്കാൻ വയ്യ, ഇങ്ങനെയൊക്കെ പറഞ്ഞ അവസാനം ഒറ്റ കൈക്ക് ഒരു ഡയലോഗ് കൂടെ പറഞ്ഞു, ഈ ലോകത്തിലുള്ള ഏറ്റവും മികച്ച ഉപദേശങ്ങൾ നൽകുന്നത് അങ്ങാണെന്ന്. ബുദ്ധനതൊക്കെ കേട്ടിരുന്നു. മൊത്തം ഉപദേശം കേട്ടിരുന്നതിന് ശേഷം പതുക്കെ അയാളെ വിളിച്ചിട്ട് ഇങ്ങനെ ചോദിച്ചു, ഈ ലോകത്ത് എല്ലാ ഉപദേശിക്കുന്ന ആൾക്കാരെയും നിങ്ങൾക്കറിയാമോ? ഇല്ല. എല്ലാ ജ്ഞാനികളെയും നിങ്ങൾക്കറിയാമോ? ഇല്ല. എല്ലാ ജ്ഞാനികളും ഓരോരുത്തരോടും എന്തൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? ഇല്ല. അല്ല പിന്നെ ഏത് വകയിലാണ് ഞാനാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഉപദേശകൻ എന്ന് പറഞ്ഞത്? അദ്ദേഹത്തിന് ഉത്തരമില്ലായിരുന്നു. അപ്പോൾ പതുക്കെ പറഞ്ഞു, അത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മികച്ച ഉപദേശം അങ്ങാണ് തന്നത്, അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഒരു പ്രശംസ എന്ന നിലയ്ക്ക് അങ്ങയോട് അത് പറഞ്ഞതാണെന്ന്. അപ്പോൾ ബുദ്ധൻ തൻ്റെ ശിഷ്യന്മാർക്കുമായിട്ട് തിരിച്ചൊരു ഉപദേശം തന്നെ നൽകി. നിങ്ങൾ എല്ലാവരെയും ഉപദേശിക്കാൻ നടക്കാതിരിക്കൂ. അതിനു പകരം എങ്ങനെയാണോ മറ്റുള്ളവർക്ക് സഹായം ചെയ്യാൻ കഴിയുന്നത് ആ സഹായം ചെയ്യൂ. അവരെ തിരുത്താനായി നടക്കാതെ അവരുടെ വഴിയിൽ എങ്ങനെ ശക്തി പകരാൻ കഴിയും, ദയാലു ഹോ, അങ്ങനെ ചെയ്യൂ എന്ന്. അത്തരമൊരു ഉപദേശത്തിൽ കവിഞ്ഞ്
മറ്റൊരു ഉപദേശം എന്താണുള്ളത്? മറ്റുള്ളവരുടെ വഴിയിൽ നമുക്ക് എന്താണ് ചെയ്ത് കൊടുക്കാൻ പറ്റുക അത് ചെയ്യൂ. അത് ചെയ്യാതെ ഉപദേശങ്ങളുടെ പൂമാല കൊണ്ട് അവരെ വെറുതെ കഷ്ടപ്പെടുത്താതിരിക്കൂ എന്നതാണ് ഒരുപക്ഷെ ഒരു നല്ല മികച്ച ഉപദേശം. ഈ അമ്മ അവസാനം നിർത്തുന്ന ഒരു കാര്യം കൂടിയുണ്ട്, അതും കൂടി വായിച്ചിട്ട് നമുക്ക്. പ്രായപൂർത്തിയായ ശേഷം സ്വന്തമായി ജോലി ചെയ്താണ് അവൾ ജീവിക്കുന്നത്. അത്യാവശ്യമുള്ളപ്പോൾ മാത്രമാണ് ഞങ്ങൾ പരസ്പരം സഹായിക്കുന്നത്. ഇത് പ്രത്യേകിച്ച് പറഞ്ഞു ചെയ്യുന്നതല്ല, ഏത് മനുഷ്യരും സ്വയം ബോധ്യത്തോടെ ചെയ്യേണ്ട കാര്യം മാത്രമാണ്. എല്ലാവർക്കും അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാൻ നല്ലത്. അതാണ് അന്യോന്യം സഹായിക്കുന്നത് വളരെ നല്ലതാണ്. പക്ഷേ സഹായം എന്ന് പറയുന്നത് ഒരു കണ്ടീഷണലായിട്ട് മറ്റൊരാൾക്കൊരു ബേർഡൻ ആകാതെ ഇരിക്കുന്നത് അത് വളരെ നല്ല, നമ്മൾ ചിന്തിക്കേണ്ട ഒരു പോയിന്റാണ്. സഹായം എന്ന് പറയുന്നത് പ്രതീക്ഷിക്കുന്നതും കൊടുക്കുന്നതും മറ്റേ ആൾക്കൊരു ബേർഡൻ ആകാതിരിക്കുക എന്നത്. കുറേ നല്ല പോയിന്റുകൾ നമുക്കൊരു പക്ഷേ ഈ ശുഭരാത്രി മുഴുവൻ ചിന്തിക്കാനുള്ള പോയിന്റുകൾ ഈ ഒരു കൊച്ചു ചിമിഴിൽ ഡോക്ടർ ഒതുക്കി തന്നിട്ടുണ്ട്. നന്ദി. കനികുസൃതിക്ക് ആശംസകൾ. ശുഭരാത്രി.